യെസ് ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, എല്ലാവരും സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലൈവിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും വെൽക്കം. ഓക്കെ 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 വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, സെറ്റ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയമാണ്. പോയത്തിന്റെ പേര് ദ ഫാമർ, കർഷകൻ അല്ലെ. ഫാമറിനെ കുറിച്ചുള്ള, കർഷകനെ കുറിച്ചുള്ള ഒരു പോയമാണ് അല്ലെ. ഓക്കെ, അദ്ദേഹത്തെ നമ്മുടെ ഫാമേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ അർഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മുടെ ഈ ഫാമർ എന്ന് പറയുന്നത്. സോ ഈ പോയം എഴുതിയത് ആരാന്ന് നോക്കണ്ടേ? ഓക്കെ, നോക്കാം. യെസ്, അമേലിയ എഡിത്ത് ഹഡിൽസ്റ്റൺ ബാർ എന്ന് പറയുന്ന ഒരു പോയിറ്റ് ആണ് എന്താ ഈ ഒരു പോയം എഴുതിയത്. സോ നമ്മുടെ അമേലിയ എഴുതിയ അല്ലെങ്കിൽ അമേലിയ എന്ന പോയിറ്റ് അമേലിയ എഡിത്ത് ഹഡിൽസ്റ്റൺ ബാർ എഴുതിയ പോയം ആയിട്ടുള്ള ഫാമർ ആണ് എന്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടിച്ചു പൊളിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പോയം സെറ്റ് ആക്കും, അടിപൊളിയാക്കും. ഓക്കെ ആണ്. സെറ്റ് ആണെങ്കിൽ നമ്മുടെ ന്യൂട്ടൻസിന്റെ ആപ്പിൽ കമന്റ് ചെയ്തേ, വേഗം സെറ്റ് ആക്കിയേ. ഓക്കെ ഓക്കെ, സെറ്റാണ്. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടായിരിക്കുക. സെറ്റ് ആക്കുക. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ മീനിങ്സ് എന്ത് അടിച്ചു പൊളിച്ച് എന്ത് എഴുതി എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ചോദ്യങ്ങൾ തന്നെയാണ്. വി ഓൾ അഡ്മയർ ഹീറോസ്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഹീറോസിനെ അല്ലെ, വലിയ വലിയ നായകന്മാരെ അഡ്മയർ ചെയ്യാറുണ്ട്, ആരാധിക്കാറുണ്ട് അല്ലെ. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും ആരാധിക്കുന്നവരും ആയിരിക്കും അല്ലെ. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ കാണും, വിജയെ ഇഷ്ടപ്പെടുന്നവർ കാണും. ഇപ്പൊ ക്രിക്കറ്റിൽ സ്പോർട്സിലേക്ക് വന്നാൽ വിരാട് കോഹ്ലി ഇഷ്ടമുള്ളവർ കാണും അല്ലെ, രോഹിത് ശർമ്മ, MS ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അല്ലെ. ഫുട്ബോളിലേക്ക് വന്നാൽ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടായിരിക്കും. ഹു ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരെന്ന് വേഗം കമന്റ് ചെയ്തേ, വേഗം. നിങ്ങളുടെ ഹീറോ ആരാണ്? ചിലരുടെ പാരന്റ്സ് തന്നെ ആയിരിക്കും അവരുടെ ഹീറോ. മൈ ഫാദർ ഈസ് മൈ ഹീറോ. യെസ്, ഗുഡ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ ഈ പോയത്തിൽ പറയുന്നത് നമ്മുടെ അൺസങ് ഹീറോസ് ആയിട്ടുള്ള, അധികം വാഴ്ത്തപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആരും പാടി കേൾക്കാത്ത, അധികം വാഴ്ത്തപ്പെടാത്ത കുറച്ച് ഹീറോസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആരുടെ കവിതയായിരിക്കും ഇത്? വാഴ്ത്തപ്പെടാത്ത ആ ഹീറോസ് ആരായിരിക്കും? കമന്റ് ചെയ്തേ, ആരായിരിക്കും? ഫാമേഴ്സ് ആണ്. ഓക്കെ, സെറ്റാണ്. സോ അങ്ങനെയുള്ള കർഷകരുടെ കാര്യമാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സെറ്റാണ്. നോയിക്കോ. The king may rule over land and sea. The king may rule over land and sea. The Lord may ride royally. Okay, the Lord may live right royally. എന്താ? രാജാവ് എന്താ ചെയ്യുന്നത്? റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ അല്ലേ, കരയും കടലും ഒക്കെ ഭരിക്കുന്ന രാജാവിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു നാട് അല്ലെങ്കിൽ ഒരു രാജ്യം എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. അതാണ് ആരുടെ ജോലി? രാജാവിന്റെ ജോലി. ഓക്കെ, ശരി. The Lord may live right royally. മക്കളെ, ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരിട്ടാ, പ്രഭുക്കന്മാർ. ഓക്കെ, അപ്പം പ്രഭുക്കന്മാർ എന്താ ചെയ്യുന്നത്? ഭയങ്കര റോയലി എന്ന് വെച്ചാൽ എന്തുവാടാ? റോയലിയുടെ മീനിങ് അവിടെ കൊടുത്തിട്ടാ. റോയലി എന്താണ്? റോയലി എന്ന് വെച്ചാൽ യെസ്, രാജകീയമായിട്ട് അല്ലെ, ഭയങ്കര രാജകീയമായിട്ടല്ലേ, ഭയങ്കര റോയൽ ആയിട്ട് ജീവിക്കുകയാണ് ആര്? പ്രഭുക്കന്മാര്. അതേപോലെ ദ സോൾജിയേഴ്സ് റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ് അല്ലെ. സോൾജിയർ അല്ലെങ്കിൽ പട്ടാളക്കാർ ഭയങ്കര ആഡംബരത്തോടെ, ഭയങ്കര അഭിമാനത്തോടെ ഇങ്ങനെ സവാരി ചെയ്യാണ് അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെ പോംപ് എന്നതിന്, ആഡംബരം എന്നതിനേക്കാൾ വേറൊരു മീനിങ് സെറിമണി എന്നുകൂടി ഉണ്ട് കേട്ടോ. ചടങ്ങുകളിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി സഞ്ചരിക്കുകയാണ് ആര്? സോൾജിയേഴ്സ് അല്ലെ, കാവൽക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാര്. കണ്ടില്ലേ കുതിരപ്പുറത്തൊക്കെ സവാരി ചെയ്യുന്നത് അവര്? ഓക്കെ, കണ്ടിട്ടുണ്ട്. സെറ്റാണ്. ഓക്കെ ആണ്. Then the sailor roams over oceans wide അല്ലെ. നാവികന്മാര്, സെയിലേഴ്സ് അല്ലെ. സെയിലേഴ്സ് ആവാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കാണും. നാവികന്മാർ എന്ത് ചെയ്യാ? റോം ചെയ്യുന്നു, കറങ്ങുന്നു അല്ലെ, ചുറ്റിക്കറങ്ങുന്നു. എന്താ? ഓഷ്യൻസ് അല്ലെങ്കിൽ എന്താണ് സമുദ്രങ്ങൾ മുഴുവൻ അല്ലെ. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് സമുദ്രങ്ങളായിട്ട് അവർ എന്ത് ചെയ്യണം? മുഴുവനും എന്ത് ചെയ്യാണ്? ചുറ്റിക്കറങ്ങാണ് ആര് ചെയ്യുന്നത്? സെയിലർ അല്ലെങ്കിൽ നാവികൻ ചെയ്യുന്നത്. Then but this or that whatever befall, പക്ഷെ അതോ ഇതോ എന്തോ ആയിക്കോട്ടെ, whatever befall, എന്തോ സംഭവിച്ചോട്ടെ, the farmer he must feed them all. ആലോചിച്ച് നോക്കിയേ, രാജാവ് എന്ത് ചെയ്തു? രാജ്യം ഭരിക്കുന്നു. ലോർഡ് ഭയങ്കര റോയൽ ആയിട്ട് രാജകീയമായിട്ട് ജീവിക്കുന്നു. സോൾജിയേഴ്സ് അഭിമാനത്തോടെ നടക്കുന്നു. സെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോകം മുഴുവൻ, ഈ സമുദ്രം മുഴുവൻ എന്ത് ചെയ്യുന്നു? ചുറ്റിക്കാണുന്നു. പക്ഷെ ഇവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അന്നം അല്ലെങ്കിൽ ആഹാരം നൽകുന്നത്, അവരെ പോറ്റുന്നത്, ഫീഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ കർഷകന്മാർ തന്നെയാണ് അല്ലേ. കാരണം അവരാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഫാർമേഴ്സ് ഇതേപോലെ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെ, നമ്മുടെയൊക്കെ ജീവിതം എന്ത് ചെയ്യും? എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആവുമല്ലേ. പിന്നെ അതാണ് ഫാമേഴ്സ് ആണ് ഒരു കൺട്രിയുടെ തന്നെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ആര് തന്നെയാണ്? നമ്മുടെ ഫാമർ, കൃഷിക്കാരൻ തന്നെയാണെന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻസർ സെറ്റ് ആണ്. അടിപൊളിയാണെങ്കിൽ ന്യൂട്ടന്റെ ആപ്പിൾ കമന്റ് ചെയ്തേ.
ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ ഗുഡ് ഓക്കെ ദെൻ രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് പോവാം. ദ റൈറ്റർ തിങ്സ് എന്താണ് റൈറ്റർ എഴുത്തുകാരൻ ചിന്തിക്കുന്നു അല്ലെ, ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പോയറ്റ് തിങ്സ് പോയിറ്റ് പാട്ട് പാടുന്നുണ്ട്. നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ അറിയാം? ഓക്കെ പാട്ട് പാടും ഓക്കെ ശരി. ദെൻ ദ ക്രാഫ്റ്റ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ് അല്ലെ, ക്രാഫ്റ്റ്മാൻ എന്ന് വെച്ചാൽ എന്താ കരകൗശലക്കാരൻ ഭയങ്കര നല്ല അല്ലെ കരകൗശലം ഇപ്പൊ ഓരോ നല്ല വസ്തുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൂല, അപ്പൊ അതേപോലെ നല്ല വസ്തുക്കൾ ഉണ്ടാക്കും ക്രാഫ്റ്റ്മാൻ. ദ ഡോക്ടർ ഹീൽസ് ഡോക്ടർ എന്തിനു സുഖപ്പെടുത്തുന്നു അല്ലെ, നമ്മുടെ ഓരോ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നു. ദ ലോയർ പ്ലീഡ്സ് ലോയർ എന്ന് വെച്ചാൽ വക്കീൽ അല്ലെ, വക്കീൽ പ്ലീഡ് ചെയ്യുന്നു വെച്ചാൽ വാദിക്കൂ അല്ലെ, വാദിക്കുന്നു. ദ മൈനർ എന്ന് വെച്ചാൽ ഖനിത്തൊഴിലാളി, ഖനി KGF അതിലുള്ള ഖനിത്തൊഴിലാളികൾ എന്ത് ചെയ്യുന്നേ ഫോളോസ് ദ പ്രീഷ്യസ് ലീഡ്സ് അല്ലെ, ഭയങ്കര അമൂല്യമായിട്ടുള്ള ലീഡ്സിനെ. ഇപ്പൊ അമൂല്യമായിട്ടുള്ള ഖനികൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പെട്രോൾ ആയിരിക്കാം, ചിലപ്പോൾ സ്വർണ്ണം ആയിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ള ലീഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ അവർ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളാണ്. റൈറ്റർ ഇങ്ങനെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ എഴുതുന്നതും, അതേപോലെ പോയിറ്റ് പാടുന്നതും, ക്രാഫ്റ്റ്മാൻ ഫാഷൻ ചെയ്യുന്നതും, ഡോക്ടർ ഹീൽ ചെയ്യുന്നതും ഒക്കെ അവർ ചെയ്യുന്ന ഓരോരോ ജോലികളാണ്. പക്ഷെ ഇതൊക്കെ ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ എന്തൊക്കെ സംഭവിച്ചാലും the farmer he must feed them all. അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ജോലികളൊക്കെ ഇവർ ചെയ്യുന്നു, ഓക്കെ സെറ്റ് ആണ്. പക്ഷെ ഇവരൊക്കെ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കൊക്കെ അന്നം നൽകുന്നത് ആര് തന്നെയാണ്? ഫാമർ ആണ്. കാരണം അവരുടെ ഭക്ഷണത്തിനുള്ള വക അല്ലെങ്കിൽ ഒരു ബേസിക് കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, കൾട്ടിവേറ്റ് ചെയ്യുന്നില്ലേ, അതൊക്കെ ആരാ ചെയ്യുന്നത്? ഒരു ഫാമർ ആണ്, ഒരു കൃഷിക്കാരനാണ് എന്നുള്ള സത്യം പോയിട്ട് നമ്മളോട് പറയാണ്. ഓക്കെ ആലോചിച്ച് നോക്കല്ലേ, നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ പോയാലും വീട്ടിലായാലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഭക്ഷണം എവിടെ നിന്നാ വരുന്നത്? ഓരോ ഫാമർ എന്ത് ചെയ്യാണ് അവരുടെ കൃഷിസ്ഥലത്ത് കൾട്ടിവേറ്റ് ചെയ്ത ആഹാരം അല്ലെങ്കിൽ എന്താണ് ഭക്ഷ്യ വസ്തുക്കളാണ് അല്ലെങ്കിൽ വിളകളാണ്, നെല്ലായാലും ഗോതമ്പായാലും ഒക്കെ അല്ലെ, നമ്മളത് കഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജോലി ചെയ്യുന്നു. പക്ഷെ ഇത് വരുന്നത് എവിടെ നിന്നാണ്? ഒരു ഫാർമറിന്റെ കൾട്ടിവേഷന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് കൂടി എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കാം. സെറ്റ്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റാൻസ കഴിഞ്ഞു, ഈ അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. The merchant he may buy and sell. Merchant കച്ചവടക്കാരൻ അല്ലെ, കച്ചവടക്കാരൻ എന്ന് ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വിൽക്കുന്നു. Buy and sell. The teacher does his duty well. ടീച്ചർ ഓക്കെ, ടീച്ചർ എന്ത് ചെയ്യുന്നു? ടീച്ചറിന്റെ ഡ്യൂട്ടി എന്താ? പഠിപ്പിക്കുക. ആ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. But men may toil through busy days. ചില ദിവസം അല്ലെങ്കിൽ ചില തിരക്കേറിയ ദിവസങ്ങൾ എന്ത് ചെയ്യും? men ഭയങ്കരമായിട്ട് അധ്വാനിക്കേണ്ടി വരും. Or men may stroll through pleasant ways. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചില ദിവസങ്ങളിൽ ഭയങ്കര രസകരമായിട്ട് അവർക്ക് ഇങ്ങനെ ഉലാത്തി നടക്കാം. അതായത് ജോലിയൊന്നും ചെയ്യാതെ ഫ്രീ ദിവസങ്ങളൊക്കെ കിട്ടുമല്ലോ, എല്ലാ ദിവസവും ജോലിക്ക് പോകണ്ടോ, ചില ദിവസങ്ങളിലൊക്കെ ഫ്രീ കിട്ടുമ്പോൾ എന്ത് ചെയ്യാം അവർക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം നടക്കാം എന്നാണ് പോയിട്ട് പറയുന്നത്. ഫ്രം കിങ് ടു ബെഗർ, ഒരു രാജാവിനെ എടുത്താലും അവിടെ ഏറ്റവും താഴ്ന്ന ഒരു യാചകനെ എടുത്താലും എന്ത് സംഭവിച്ചോട്ടെ, ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ അല്ലെ, ഒരു രാജാവ് മുതൽ അല്ലെങ്കിൽ ഒരു യാചകൻ വരെ ഭക്ഷണം കഴിക്കുന്നത്, ഇവർ രണ്ടുപേരും കഴിക്കുന്ന ഭക്ഷണം എന്തോ കഴിച്ചോട്ടെ അല്ലെ, ഇതിനൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ വരുന്നത് ആരുടെ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാ? ഒരു ഫാർമർ കൾട്ടിവേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അല്ലെ. ഓക്കെ, അരി ആയാലും ഗോതമ്പായാലും ഒക്കെ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ അതൊരു ഫാർമർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് വരുന്നത്. ഒരു കിങ് എടുത്താലും, ഒരു കിങ് കഴിക്കുന്ന ഫുഡായാലും ഒരു ബെഗർ കഴിക്കുന്ന ഫുഡായാലും ഒക്കെ എന്താണ് അവർ കഴിക്കുന്നതൊക്കെ, അത് മെർച്ചന്റ് ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? ആഹാരം കഴിക്കണ്ടേ? ആഹാരം എന്ന് പറയുന്നത് ആരുടെ റിസൾട്ട് ആണ്? ഒരു ഫാമർ കൾട്ടിവേറ്റ് ചെയ്ത എന്താണ് വിളകളുടെയും ഒക്കെ ഇതാണ് കേട്ടോ അവർ കഴിക്കുന്നത്. കാരണം ഫാമർ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ അധ്വാനം അല്ലെ കൾട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇറങ്ങിയത് അല്ലെ. എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്താ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? നല്ല രീതിയിൽ ആഹാരം കഴിച്ചു പോകുന്നത് അല്ലെ. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, ആലോചിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു, നമ്മളുടെ ജോലികൾ ചെയ്യുന്നു. ഈ ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, അത് നോക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനി തൊട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫാർമേഴ്സിനെ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഒന്നുകൂടി പറയാം. മെർച്ചന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ആൻഡ് സെൽ അല്ലെ, സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടീച്ചറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. എന്താണ്? ടീച്ചർ എന്താണ്? പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ദിവസങ്ങളിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അധ്വാനിക്കേണ്ടി വരും. ചില ദിവസങ്ങൾ എന്ത് ചെയ്യാം? അവൻ എന്താണ്? നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ഉലാത്തി നടക്കാം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ആയിട്ട് നടക്കാം. ഇനി കിങ് എടുത്താലും ബെഗർ എടുത്താലും എന്തോ ആയിക്കോട്ടെ, ഇവരൊക്കെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? ഒരു ബെഗറിനായാലും ഭക്ഷണം കഴിക്കണ്ടേ? ആ ഭക്ഷണം ആര് തന്നെ ഉണ്ടാക്കുന്നത്? ഫാമർ തന്നെയാണ്. ഓക്കെ, സെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാൻസ. The farmer trades his one of worth. ഫാമർ ചെയ്യുന്ന, കർഷകൻ ചെയ്യുന്ന കച്ചവടം എന്ന് പറയുന്നത് one of worth ആണ്, വളരെ മൂല്യമേറിയ ഒന്നാണ്. He is partner with the sky and earth. ഫാർമറിനെ സംബന്ധിച്ച് അവന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് സ്കൈ, ആകാശവും അതേപോലെ ഭൂമിയുമാണ്. കാരണം ആകാശത്തെയും ഭൂമിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അവന്റെ നല്ല വിളകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താണ് അവൻ നടുന്ന എന്താണ്
വിളകളൊക്കെ നന്നായിട്ട് വളർന്നു വരണ്ടേ. ഇപ്പൊ നെല്ലായിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ ഒക്കെ വളർന്നു വരണമെങ്കിൽ എന്തിനാണ് നല്ല രീതിയിൽ മഴ ലഭിക്കണം, അതേപോലെ മണ്ണ് നല്ല രീതിയിലായിരിക്കണം അല്ലെ, നല്ല ബലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കണം. അതൊക്കെയാണ് അവന്റെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും സ്കൈയും എർത്തും ആയിരിക്കും. ഹീസ് പാർട്ട്നർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. അതേപോലെ എന്താണ് സൂര്യപ്രകാശം ആവശ്യമല്ലേ വിളകൾക്കൊക്കെ വളരാൻ. ഓക്കെ, സൂര്യപ്രകാശം അതേപോലെ റെയിൻ അല്ലെ, മഴ വെള്ളം വേണ്ടേ. ഓക്കെ, സെറ്റ് ആണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ അല്ലെ, അവന്റെ നേട്ടങ്ങൾ ആർക്കും എന്ത് ചെയ്യുന്നില്ല, യാതൊരു നഷ്ടങ്ങളും ഉണ്ടാക്കുന്നില്ല അല്ലെ. കാരണം ആർക്കെങ്കിലും വല്ല പ്രശ്നം ഉണ്ടോ, അവൻ നേടി അല്ലെങ്കിൽ അവന്റെ നേട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുന്നുണ്ടോ, ഇല്ല അല്ലെ. നമുക്ക് നേട്ടമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്, നമുക്ക് അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ കൂടുതൽ ഫാമേഴ്സ് വരുമ്പോൾ എന്താണ് വീണ്ടും വീണ്ടും എന്താണ് നല്ല ഫ്രഷ് വെജിറ്റബിൾസും അതേപോലെ ക്രോപ്സും ഒക്കെയാണ് ഉണ്ടാവുന്നത് അല്ലെ. കുറെ പേര് ഫാമിങ്ങിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വേറെ സ്റ്റേറ്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഫാമിങ്ങിനെ റെസ്പെക്ട് ചെയ്യുക, കൂടുതൽ ഫാമേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യണം, ഫാമിങ്ങിലേക്ക് ഇറങ്ങണം അല്ലെ. ഫാമിംഗ് അല്ലാതെ മോശം പ്രവൃത്തിയാണ്, മോശം പ്രൊഫഷനാണ്, നമ്മളാരും സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കരുത് അല്ലെ. ഫാമിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിവൈൻ പ്രൊഫഷൻ. നല്ലൊരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നത് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഒരു രാജ്യത്തെ ഒരു കൺട്രിയെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന ഒരു എന്താണ് ജോബാണ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ബാക്ക് ബോൺ ഓഫ് ദാറ്റ് കൺട്രി. ഓക്കെ, ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സ് എന്ന് പറയാം. സോ എന്താണ്, അത്രയും റെസ്പെക്ട് അർഹിക്കുന്ന ഒരു ജോബാണ് എന്താ ഫാം അല്ലെങ്കിൽ ഒരു എന്താണ് ഫാമിംഗ് ജോബ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ്, അപ്പോൾ ആ ഒരു മനുഷ്യനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ആ ഒരു മനുഷ്യന്റെ പാർട്ട്നേഴ്സ് പറഞ്ഞ സ്കൈ ആണ്, എർത്ത് ആണ്, അതേപോലെ സൺ ആണ്, റെയിൻ ആണ്, ഒക്കെ ആണ് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, ആൻഡ് men may rise or men may fall. ചില സമയത്ത് എന്ത് ചെയ്യും, മനുഷ്യർ എന്ത് ചെയ്യും, ഇങ്ങനെ ഉദിച്ചു വരും എന്ന് വെച്ചാൽ ചില സമയത്ത് എന്ത് ചെയ്യും, അവരിങ്ങനെ ഉയർന്നു നിൽക്കും, ചിലപ്പോൾ വീണു പോകും അല്ലെ. എപ്പോഴും ഒരാൾ ഉയർച്ചയിലായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, താഴ്ചയിലേക്ക് പോകും. പക്ഷെ ഉയർച്ചയിലേക്ക് പോകും, താഴ്ചയിലേക്ക് പോകും. പക്ഷെ എങ്ങനെയുള്ള മനുഷ്യരെയും അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും ഒക്കെ എന്ത് ചെയ്യാണ്, ഫീഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, നമ്മുടെ ഫാർമർ തന്നെയാണ്. ബട്ട് ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. അപ്പോൾ ഉയർച്ചയിലേക്ക് പോകുന്നതോ താഴ്ചയിലേക്ക് പോകുന്നത് എന്തോ ആയിക്കോട്ടെ, ഈ എല്ലാം ഹ്യൂമൻ ബീങ്സിനെ എല്ലാം ഫീഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഫാർമർ തന്നെയാണ്. ഒരു കിങ് മുതൽ ബെഗർ വരെ. അത് ആലോചിച്ച് നോക്കണം കേട്ടോ. ഫാർമറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ണർ ആരൊക്കെയാണ്, സ്കൈ, സൺ, റെയിൻ ഒക്കെയാണ്. ഓക്കെ, അതൊക്കെ മറന്നു പോകാതിരിക്കുക. എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവരെയൊക്കെ ഫീഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ ഫാർമർ ആണ്. ഓക്കെ, സോ വി ഷുഡ് റെസ്പെക്ട് ഫാർമേഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, കർഷകരെ ബഹുമാനിക്കണം. ചിങ്ങം 1 എന്നുള്ള ദിവസത്തേക്കൊക്കെ മാത്രം ഓർക്കാതെ, അല്ലെങ്കിൽ December 23 ഫാർമേഴ്സ് ഡേ അതിൽ ഓർക്കാതെ എന്ത് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അതേപോലെ എന്താണ് ഫാമിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാർമേഴ്സ് പറയുന്നത് മോശപ്പെട്ടവരല്ല, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, അവരെന്താണ്, അതൊരു മോശം ജോലിയല്ല എന്ന് വിചാരിച്ചിരിക്കരുത് അല്ലെ. നല്ല ജോലി തന്നെയാണ് എന്താ ഫാമിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ ആണെന്ന് പറഞ്ഞാൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചർ എന്ന് പറയാം. അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. കാരണം ഇത്രയും നമ്മൾ ഫാർമേഴ്സിനെ ചിലപ്പോൾ ഇത്രയും മോശപ്പെട്ടവരാണ്, അഴുക്ക് ജോലിയാണെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ലെന്ന് ഈ ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ തിരുത്തി പഠിക്കുകയാണ്. കാരണം എന്താ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇത്രയും വലിയ ആൾക്കാരല്ലേ, ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ, അതേപോലെ എന്താണ് കിങ് ആയിക്കോട്ടെ, അല്ലെ രാജ്യത്തിന്റെ ഉയർന്ന നിലയൊട്ട് ഇത്രയും ലോവിൽ നിൽക്കുന്ന ആൾക്കാരെ വരെ ഫീഡ് ചെയ്യുന്നത് ആരാ, ഒരു ഫാർമറാണ്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, നമ്മൾ ഈ പോയിന്റ് കൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അതോടൊപ്പം ഫാർമേഴ്സിനെ ബഹുമാനിക്കുക കേട്ടോ. ഓക്കെ, നല്ല കുട്ടികളായിരിക്കാം. ഓക്കെ, തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, സെറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Pick out a line that describes the role of a king. അല്ലെ, രാജാവിന്റെ റോൾ, പങ്ക്, അല്ലെങ്കിൽ എന്താണ് രാജാവിന്റെ റോളിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു പങ്കിനെ കുറിച്ച് പറയുന്ന ലൈൻ ഏതാണ്, നമ്മൾ കണ്ടതാണ്. The king may rule over land and sea. ഓക്കെ, സിമ്പിൾ ആണ്. സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് തംസ് അപ്പ് ഇട്ടേ. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, സെറ്റ്. Then the farmer is a superior to king. Do you agree? ഫാർമർ എന്ന് പറയുന്നത് കിങ്ങിനേക്കാൾ ഒരു സുപ്പീരിയർ, മേലിൽ നിൽക്കുന്ന ആളാണോ അല്ലെ ഫാർമേഴ്സ് പറഞ്ഞു, നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്. കാരണം എന്താ, ദ ഫാർമർ ഈസ് സുപ്പീരിയർ ടു കിങ് ആസ് ദ ഫാർമർ ഈസ് വൺ ഹു പ്രൊവൈഡ്സ് ഫുഡ് ടു എവരിവൺ. അല്ലെ, ഒരു കിങ് മുതൽ ബെഗർ വരെയുള്ള എല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമർ ആണ്. സോ ഹി ഈസ് സുപ്പീരിയർ ടു കിങ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സംശയവും കൂടാതെ പറയാം. ദ കിങ് റൂൾസ് ഹിസ് പീപ്പിൾ. പക്ഷെ എന്താണ്, കിങ് എന്ത് ചെയ്യുന്നു, പീപ്പിളിനെ റൂൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താ ഭരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവർക്കുള്ള ഭക്ഷണം നൽകുന്ന ആരാ? ഫാർമർ ആണ്. It is the farmer who has the power to sustain millions of people by their good harvest. അല്ലെ, അവരുടെ നല്ലൊരു വിളവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താണ് ആഹാരം കൊണ്ടാണ് എന്ത് മില്യൺസ്, ലക്ഷക്കണക്കിന് ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, അവർക്കുള്ള ഒരു ആഹാരം ഫാർമർ നൽകുന്നത്. അല്ലെ, രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും, നാട് ഭരിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ആഹാരം തയ്യാറാക്കേണ്ടത് ആര് തന്നെയാണ്? ഈ പാവപ്പെട്ട കർഷകർ തന്നെയാണ്. സോ ഒരു കിങ്ങിനേക്കാൾ സുപ്പീരിയർ ആര് തന്നെയാണ്? ഫാർമർ ആണ്. കാരണം ഒരു കിങ്ങിന് വരെ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ആരാ ഉണ്ടാക്കുന്നത്? ഫാർമർ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, വേർ ഡസ് ദ സെയിലർ ഗോ?
സിമ്പിൾ ആയിട്ട് പറയാം. എവിടേക്കാണ് നാവികൻ പോകുന്നത്? എ സെയിലർ മൂവ്സ് അറൗണ്ട് ദ ഓഷൻ അറൗണ്ട് ദ വേൾഡ്, സോസ് അറൗണ്ട് ദ വൈഡ് ഓഷൻ. ഓക്കെ, വൈഡ് ഓഷൻ മതി ട്ടാ. ഓക്കെ, എന്നാണ് അവര് വിശാലമായ സമുദ്രം ഇങ്ങനെ ചുറ്റിക്കാണുകയാണ് ആര് ചെയ്യുന്നത്? സെയിലർ ചെയ്യുന്നത്. സെയിലർ എന്ന് വെച്ചാൽ ആരാ? നാവികൻ. ഓക്കെ, സെറ്റാണ്. Pick out a word from the poem for the person who buys and sells. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുടെ പറയുന്ന പേര് എന്തായിരുന്നു? ഓക്കെ, സെറ്റ് ആണ്, ഇവിടെ ഉണ്ട്. ഓക്കെ, മെർച്ചന്റ് ആണ്. ഓക്കെ, കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. സെറ്റ്. ഓക്കെ, then last and final question, do you think farming is a noble profession? ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു മഹത്തരമായ പ്രൊഫഷൻ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? യെസ്, ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ. എല്ലാ പ്രൊഫഷനെ പോലെ തന്നെ ഫാമിംഗും ഒരു നോബിൾ ആയിട്ടുള്ള മഹത്തരമായ ഒരു ജോലി തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഓൺലി പ്രൊഫഷൻ വിച്ച് ഹാസ് ദ കപ്പാസിറ്റി ഓഫ് ഫീഡിങ് എവരിവൺ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മക്കളെ സെറ്റ് ആക്കിക്കോ. അതാണ് എല്ലാവരെയും ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊക്കെ അന്നം നൽകുക, അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള അല്ലെ കഴിവുള്ള ഒരേ ഒരു പ്രൊഫഷനേ ഉള്ളൂ, അത് ഫാമിംഗ് ആണ് അല്ലെ. ഫാമേഴ്സിന് മാത്രമേ എല്ലാവർക്കും അന്നം നൽകാനുള്ള ഒരു കഴിവുള്ളൂ. It is the farmer who with his skill, knowledge of the nature, with his friends like sky, earth, rain and sun, and his hard work grows food for all. അല്ലെ, അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സ്കൈയും എർത്തും റെയിനും സണ്ണും ഒക്കെ അതിന്റെ സഹായം കൊണ്ട് അദ്ദേഹം എന്താണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലെ. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കും അതൊക്കെ കൊണ്ട് എന്താണ് അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ആരുണ്ടാക്കുകയാണ്? നമ്മുടെ രാജ്യത്തെ കർഷകന്മാർ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ് ഇസ് എ നോട്ടബിൾ പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ നോബിൾ പ്രൊഫഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് വളരെ നോബിൾ ആയിട്ടുള്ള ഭയങ്കര മഹത്തരമായ ഒരു ജോലി തന്നെയാണ് എന്താ ഫാമിംഗ്, അല്ലെങ്കിൽ എന്താ കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മൾ കൃഷി കൃഷിക്കാരെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ദെൻ കർഷക ഇനിയും എന്ത് ചെയ്യരുത്, കൃഷി എന്ന് പറയുന്നത് മോശം ജോലിയാണ് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വെക്കരുത്. നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഫാർമേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.